ഞാനിന്ന് അടുത്ത 5 വർഷം കഴിഞ്ഞ് റയൽ മാഡ്രിഡിൻ്റെ മെയിൻ പ്ലേയേഴ്സ് എല്ലാം എവിടെയായിരിക്കും കളിക്കുക എന്ന് നോക്കാൻ പോവുകയാണ്. വിൽ ദേ ജസ്റ്റ് ലീവ് ഓർ സ്റ്റേ ലോയൽ? 6ാമത് എൻട്രിക്. പ്രൈമറി ടീമിൽ സ്ഥാനം കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ ചെയ്തതാവണം. ഇപ്പോൾ ആഴ്സണലാണ് കളിക്കുന്നത്. 91 എന്ന പൊട്ടൻഷ്യൽ ബീറ്റ് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. പുള്ളി റോയൽറ്റിക്ക് പകരം കരിയറിനെ നോക്കിക്കാണും. റുഡിഗർ. പുള്ളി ഹാലൻഡിൻ്റെ ഗാർഡിയനായത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളി ഹാലൻഡിൻ്റെ കൂടെ പോയിട്ടുണ്ട്. റേറ്റിംഗിൽ വൻ കുറവ്. 4th വൺ റോഡ്രിഗോ. റയലിന്റെ ജെം എന്ന് വിശേഷിപ്പിക്കാവുന്ന താരം. ലോയൽറ്റിയുടെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. വേണ്ടത്ര പരിഗണന കിട്ടാഞ്ഞിട്ടും പുള്ളി ടീമിൽ തന്നെ 5 വർഷം നിലനിന്നിട്ടുണ്ട്. വിനീഷ്യസ്. ഐക്കോണിക്കായ നമ്പർ 7 ഉപേക്ഷിച്ച് പോകാൻ മനസ്സിലാത്തതുകൊണ്ടാവാം ഇനിയും അവിടെ തന്നെ തുടർന്നിട്ടുണ്ട്. പൊട്ടൻഷ്യലായ 94 മീറ്റ് ചെയ്തിട്ടുണ്ട്. ബെല്ലിംഗ്ഹാം. ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യൂ. 94 പൊട്ടൻഷ്യൽ പറഞ്ഞു, അത് നേടി. കൂടാതെ ഒരു വിശ്വസ്തനായി റയലിൽ തന്നെ തുടർന്നു. ആൻഡ് ലാസ്റ്റ് വൺ എംബാപ്പെ. റയലിന്റെ ഒരു ഐക്കണായിട്ട് നിലനിന്നിട്ടുണ്ട്. കൂടാതെ ഫിഫ പറഞ്ഞ 93 പൊട്ടൻഷ്യൽ മറികടന്ന് 94 ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് എംബാപ്പയെ മനുഷ്യനല്ലെന്ന് പറയുന്നത്. എൻട്രിക് ആൻഡ് റുഡിഗർ ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ മെയിൻ പ്ലേയേഴ്സും ക്ലബ്ബിൽ നിൽക്കാൻ മനസ്സ് കാണിച്ചതിലാണ് എനിക്ക് അത്ഭുതം. മേ ബി ഈ ലോയൽറ്റി ആയിരിക്കും അവരെ ക്ലബ് രാജാക്കന്മാരാക്കി മാറ്റുന്നത്.